വെൽക്കം ബാക്ക് ടു ഷഹനാസിന യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഒരു ഈവനിങ് വ്ലോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. അങ്ങനെ ഉച്ചക്കത്തെ കുട്ടികളുടെ ഉറക്കമൊക്കെ കഴിഞ്ഞ് അവർ വൈകിട്ടായപ്പോൾ എണീറ്റു. രാവിലത്തെ ഉപ്പുമാവ് ബാക്കിയിരിപ്പുണ്ടായി. അപ്പോൾ അങ്ങനെ ചായയും ഉപ്പുമാവൊക്കെ അവർക്ക് കൊടുത്തു. രാവിലെ ഉപ്പുമാവും കടല റോസ്റ്റും ആയിരുന്നു. അങ്ങനെ കുട്ടികളുടെയും പിന്നെ എൻ്റെയും ചായയുടെയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പുറത്തേട്ടൊന്ന് ഇറങ്ങി. മൂത്തിയൊക്കെ ആണെങ്കിൽ പുറത്തേട്ട് സൈക്കിൾ ഓട്ടാൻ പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അവൾക്ക് സൈക്കിൾ ചവിട്ടാനൊന്നും അങ്ങനെ നന്നായി അറിയില്ല, ചവിട്ടി പഠിച്ച് വരുന്നതേ ഉള്ളൂ. തൊട്ട് ഫ്രണ്ടിലുള്ള റോഡ് മെയിൻ റോഡായതിനാൽ അങ്ങനെ അവിടേക്ക് അങ്ങനെ ഇറക്കാറില്ല, വണ്ടികളൊക്കെ വരുന്നതാണ്. തൊട്ട് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ട് സൈഡിലുള്ള വഴിയാണിത്. ഇതാവുമ്പോൾ വണ്ടികളൊന്നും അങ്ങനെ വരില്ല, അവൾക്ക് ചവിട്ടി പഠിക്കാൻ എളുപ്പമായിരിക്കും. ഇളയ കൊച്ചാണെങ്കിൽ തത്താനെ സഹായിക്കണൊക്കെ ഉണ്ട്, സൈക്കിളൊക്കെ ഉന്തി കൊടുക്കാണ്. ഇപ്പം ആ കാട്ടിലേക്ക് പോയ ഞങ്ങള്. അങ്ങനെ ഇത്താത്ത പോണേൻ്റെ പുറകെ ഓടാണ് അവളും. ഈ വഴിയുടെ അറ്റത്തുള്ളൊരു വീട്ടിലെ പിള്ളേരും ഇതുപോലെ സൈക്കിൾ ഓട്ടാനൊക്കെ ഇറങ്ങും. അങ്ങനെ അവരുടെ കൂടെ സൈക്കിൾ ഓട്ടാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതാ ഈ രണ്ടാമത് സൈക്കിൾ ചവിട്ടി വരുന്നതാണ് അവളുടെ കൂട്ടുകാരി. രണ്ടുപേരുടെയും പേര് ഏകദേശം സെയിം ആണ്. എൻ്റെ മോൻ്റെ പേര് സെഹറ, അവളുടെ പേര് സെഹറിൻ. അങ്ങനെ പിന്നെ ഒരു സൈക്കിളൊക്കെ ചവിട്ടി കളിക്കാൻ തുടങ്ങി. എടുക്കണ്ട, നടക്ക്, ഓടണ്ട, നടന്നാ മതി, ഓടണ്ട. പിന്നെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഞങ്ങളുടെ വീടിന്റെ അടുത്തുള്ള പാടത്തെ തോട്ടിലൊന്ന് പോയി. ആ ചാടുതേന മുച്ചിലൊക്കെ മുച്ചിലൊക്കെ മതി പതുക്കെ ഓർഡർ വീഴുന്നിട്ടാ. രാത്രി പൂച്ച മ്യാവ്. പോയി പൂച്ച പോയി. പൂച്ച പോയി. വെള്ളം
ഞങ്ങൾ ചെന്നത് ഒരു കുട്ടി കൃഷിക്കാരൻ്റെ വീട്ടിലേക്കാണ്. ഇത് അവരെ വളർത്തുന്ന പൂച്ചയാണ് കേട്ടോ. മെയിനായിട്ട് അവിടെയുള്ളത് കോഴികൾ, അതുപോലെ കാടക്കുഞ്ഞുങ്ങൾ, പിന്നെ ബ്രാല്, പിന്നെ കുഞ്ഞു മീനുകൾ, ഇതൊക്കെയാണ് അവരുടെ കൃഷിക്കാരൻ്റെ വീട്ടിലുള്ളത്. പിന്നെ അവർക്ക് സ്വന്തമായിട്ട് പോത്തൊക്കെ ഉണ്ട്. 7ലോ മറ്റോ ആണ് അവൻ പഠിക്കുന്നത്. അവനക്ക് മൃഗങ്ങളോട് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് അവൻ തന്നെ തട്ടിക്കൂട്ട് ഉണ്ടാക്കിയതാണ് ഇതൊക്കെ. ഈ ഡബ്ബകളിൽ കുഞ്ഞു കുഞ്ഞു മീനുകളുണ്ട്. താഴെ 2 ഡബ്ബകളുണ്ട്. ഒരെണ്ണത്തിൽ ബ്രാല്, 2-3 ബ്രാലുണ്ട്. വലിയ മീനുകളൊന്നും കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ അവന് മീനുകൾക്ക് തീറ്റ ഇട്ടെടുത്തു. അപ്പോൾ അത് കഴിക്കാൻ വേണ്ടി മീന് പൊങ്ങി വരുമല്ലോ, അപ്പോൾ കാണാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ബ്രാലൊക്കെ കണ്ടു. ഇതാണ് ഞാനാ പറഞ്ഞ കുട്ടി കർഷകൻ. ഇനിയും കുറെ കാര്യങ്ങളൊക്കെ അവനക്ക് തനിയെ ചെയ്യാൻ സാധിക്കട്ടെ. അങ്ങനെ പതിയെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി വീട്ടിലേക്ക് പോവാണ്. പോകുന്ന വഴി നല്ല പൂക്കൾ കണ്ടില്ലേ. ഈ വീട്ടിൽ തത്തയുണ്ട്. തത്തയുടെ പേരാണ് സീമ. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ കൊച്ചു വ്ളോഗ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക്സ് ഫോർ വാച്ചിങ്.